സിനിമാ രംഗത്തെ ചുരുക്കം വനിതാ നിർമ്മാതാക്കളിൽ ഒരാളാണ് സാന്ദ്ര തോമസ്. ചില കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കാൻ പലപ്പോഴും സാന്ദ്ര തോമസ് മടി കാണിക്കാറുമില്ല. ഇതിന്റെ പേരിൽ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിർമ്മാതാക്കളുമായി അഭിനേതാക്കൾ സഹകരിക്കാത്തതിനെതിരെ സാന്ദ്ര തോമസ് ഒന്നിലേറെ തവണ സംസാരിച്ചിട്ടുമുണ്ട്. വനിതാ നിർമ്മാതാവായതിനുള്ള വിവേചനങ്ങളെക്കുറിച്ചും സാന്ദ്ര തുറന്നടിച്ചിരുന്നു. പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിച്ച് മലയാള സിനിമാ രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ സാന്ദ്രയ്ക്ക് കഴിഞ്ഞു. ഒരു മലയാളം മാധ്യമത്തിന് സാന്ദ്ര തോമസ് നൽകിയ അഭിമുഖമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. നിർമ്മാതാവ് എന്ന നിലയിൽ സിനിമയുടെ ക്രിയേറ്റീവ് ഘടകങ്ങളിൽ ഇടപെടുന്നത് പലപ്പോഴും സംവിധായകർക്കും ടെക്നീഷ്യൻസിനും ഇഷ്ടപ്പെടാറില്ലെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റിനെ വെക്കാമെന്ന് പറയുമ്പോൾ സെയിലബിൾ ആർട്ടിസ്റ്റ് ആണോ, കഥാപാത്രത്തിന് അനുയോജ്യമാണോ എന്ന് ആദ്യം ചിന്തിക്കും. ഇവർ പറയുന്ന അതേ ആർട്ടിസ്റ്റിനെ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. പ്രൊഡ്യൂസർ എപ്പോഴും നോക്കുന്നത് ഏറ്റവും നല്ല ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനാണ്. തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് കഥയിലും മേക്കിങ്ങിലും അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ്. ഇവർ പൈസ മുടക്കിയാൽ പോരെ, എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അവർ ചിന്തിക്കുമെന്നും സാന്ദ്ര തോമസ് പറയുന്നു. അതേസമയം പ്രൊഡ്യൂസറിന് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് എന്തറിയാം, ക്രിയേറ്റീവ് കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ടെന്നും തന്റെ സിനിമയിൽ താൻ അഭിപ്രായം പറയുമെന്നും തന്റെ നിർദ്ദേശങ്ങൾ എടുക്കാത്ത ആളിന്റെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് തനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് എന്നും സാന്ദ്ര നേരത്തെ ഒരു അഭിമുഖത്തിലും പറഞ്ഞിരുന്നു. സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണനയെക്കുറിച്ചും സാന്ദ്ര തോമസ് സംസാരിക്കുന്നുണ്ട്. തനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ബാത്റൂമാണ് എന്നും ആണുങ്ങൾ പോയ ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും തനിക്കൊരു കാരവാൻ എന്തായാലും താൻ മാറ്റിയിടുമെന്നും സാന്ദ്ര തോമസ് പറയുന്നു. ആദ്യമേ അക്കാര്യം താൻ പറയുമെന്നും ആ കാരവാനിലെ ബാത്റൂമിൽ സെറ്റിലെ സ്ത്രീകൾക്ക് പോകാമെന്നും വേറൊരു ആർട്ടിസ്റ്റിന്റെ കാരവാനിൽ പോയി പ്രശ്നം ഉണ്ടാകേണ്ട എന്നുമാണ് താൻ ചിന്തിക്കുന്നതെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി. സെറ്റിൽ സ്ത്രീകൾക്ക് നൽകുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ചും സാന്ദ്ര സംസാരിച്ചു. സെറ്റിൽ നമ്മുടെ കണ്ണ് എപ്പോഴും ഉണ്ടാകും, ആ വക പരിപാടികളൊന്നും വേണ്ടെന്ന് അപ്പോൾ തന്നെ പറയും. താൻ നേരിട്ട് പറയുന്ന ആളായതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഡീൽ ചെയ്തു പോകുമെന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. അഭിനേതാക്കൾ നിർമ്മാതാക്കളായി വരുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഭീഷണി കോർപ്പറേറ്റുകൾ നിർമ്മാണ രംഗത്തേക്ക് വരുന്നതാണെന്നും സാന്ദ്ര തോമസ് കൂട്ടിച്ചേർത്തു. കോർപ്പറേറ്റുകൾ വലിയ തോതിൽ പണമിറക്കും, അതുകൊണ്ട് ചെറിയ നിർമ്മാതാക്കളെ അത് ബാധിക്കും. ചെറിയ സിനിമകൾ ഇല്ലാതാകും. മലയാള സിനിമാ രംഗത്ത് ഈ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സാന്ദ്ര തോമസ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം മലയാള സിനിമാ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സാന്ദ്ര തോമസ് തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഷൈൻ നിഗത്തെ സിനിമകളിൽ നിന്ന് വിലക്കിയപ്പോൾ നടനെ പിന്തുണച്ച് സാന്ദ്ര തോമസ് രംഗത്ത് വന്നിരുന്നു. ഷെയ്നേക്കാൾ വേറെ പ്രശ്നക്കാരായവർ സിനിമാ രംഗത്തുണ്ടെന്നും അന്ന് സാന്ദ്ര തോമസ് തുറന്നടിച്ചിരുന്നു. ഒത്തിരി ആഗ്രഹിച്ച് താൻ സിനിമയിൽ വന്നയാളല്ല എന്നും വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണ് സിനിമയിലേക്കുള്ള വരവെന്നും പിന്നെ അത് ബിസിനസ്സായി മാറിയെന്നും ഒരു ഘട്ടത്തിൽ ഫാമിലി ലൈഫിന് പ്രാധാന്യം കൊടുത്ത് സിനിമ തന്നെ വേണ്ടെന്ന് വെച്ചുവെന്നും സാന്ദ്ര പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.